LDF-ന് ഇത്തവണ വയനാട്ടിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. വയനാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ ക്രിയാത്മകമായി ഇടപെട്ടു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തത് എവിടെയെന്ന് പറയാൻ ധൈര്യമുണ്ടോ? യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു, എന്നാൽ വീടും പൈസയും പ്രഖ്യാപിച്ച പ്രസിഡന്റും ഇല്ല എന്നും കെ റഫീഖ് മീഡിയയോട് പറഞ്ഞു. വടക്കൻ കേരളത്തിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ് ഉള്ളത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. എല്ലാ മുന്നണികളും വളരെയധികം വിജയപ്രതീക്ഷയോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF വയനാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറ്റവും ആദ്യഘട്ടം മുതൽ ഏറ്റവും അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് വയനാട്ടിൽ ആകെ ദൃശ്യമാകുന്നത് എന്നത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധിയായ വിഷയങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇടപെട്ടത്. വയനാടിൻ്റെ തുരങ്കപാത, മെഡിക്കൽ കോളേജ്, റോഡുകളുടെയും പാലങ്ങളുടെയും എല്ലാം വികസനം, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ സംതൃപ്തിയാണ്. വയനാടിനെ ആകെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ ഇടതുപക്ഷത്തെ വയനാട്ടുകാർ ഇത്തവണ ചേർത്ത് നിർത്തും എന്നതാണ് ഓരോ പ്രദേശത്തു നിന്നും വയനാട്ടിൽ നമുക്ക് ദൃശ്യമാകുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അവസാന ലാപ്പിലും കാണുന്നത്. എല്ലാ ഘട്ടത്തിലും ജില്ലാ പഞ്ചായത്താണ് LDF-ന് ഇതുവരെ ഭരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാവും? തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ മികച്ച വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് LDF എന്ന നിലയിൽ നല്ല നിലയിൽ തന്നെ സീറ്റ് ധാരണയാവാനും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ LDF-ന്റെ ഭാഗമായി അണിനിരത്താനും സാധിച്ചു എന്നതാണ് ഒന്നാമത്തെ വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറ്റൊന്ന്, വയനാട് ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായി UDF ഭരിക്കുകയാണ്. എന്നാൽ വയനാടിൻ്റെ വിഷയങ്ങളിൽ ജില്ലയെ ആകെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് നാളിതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വെച്ചൊരു നിർദ്ദേശമുണ്ട്. ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്കിനെയും ജില്ലയിലെ MLA-മാരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ വയനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം. അതിന് ഗവൺമെന്റിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളും ആ നിലയിൽ ഇടപെടാൻ തയ്യാറാണ്. എന്നാൽ അങ്ങനെ ഒരു നീക്കം പോലും നടത്താൻ UDF-ന്റെ നേതൃത്വത്തിൽ ഭരണസമിതി തയ്യാറായില്ല. എന്നാൽ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്ന ഇടത്ത് ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തിയ മാതൃകയുണ്ട്. ആ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ പദ്ധതിയെ പോലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഒരു പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്തരത്തിൽ വയനാടിൻ്റെ ആകെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് പരിഹരിക്കാൻ ഒരു ഇടപെടൽ നടത്താൻ ജില്ലാ പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ബഹുഭൂരിഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ LDF പിടിച്ചടക്കുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.